അത് നിന്നോടൊരു ചൂട് വാർത്തയെന്ന് വേണേ പറയേ. ചൂട് വാർത്തയാ? അതെന്നാ അതിന് ഇത്ര പെട്ടെന്ന് ചൂടായ? പറ. പൊളിച്ചക്കില്ലേ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇന്ന് പൊളിച്ചക്കാ? എന്റെ അടുത്തല്ല, അപ്പുറത്തെ ചേച്ചിയും എടുത്തു. അപ്പുറത്തെ ചേച്ചിയാ? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും എടുത്ത് ഈ സംഭവം നടന്നു. ചേച്ചീനെ കയ്യോടെ പൊക്കി. ആര്? നാട്ടുകാര് ചേച്ചീന്റെ ഭർത്താവ്. അതെന്നാ പറ്റിയേ? അത് ഇങ്ങനെ ചേച്ചീന്റെ ഭർത്താവ് ഒരു പുറത്താറ്റം പോയിരുന്നു. അപ്പൊ പുറത്തു പോയി തന്ന് ചേച്ചി ആരെയോ വിളിച്ച് അകത്ത് കയറ്റി. അത് ശരി. നല്ല പരിപാടി. അപ്പൊ ആ സമയത്താണ് ചേച്ചിയുടെ ഭർത്താവ് കയറിയത്. എവിടെയോ പോയതാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ചേച്ചി വിളിച്ചിട്ടുണ്ടാവുക. ഇയാളെത്തിയത് ആ സമയം നോക്കുമ്പോ കയ്യോടെ പൊക്കി. ഞാനും നല്ല ഉറപ്പായിരുന്നു. അപ്പൊ ഈ 4 പേർക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ നോക്കി. അപ്പൊ നാട്ടുകാരും പിന്നെ എല്ലാരും ഇങ്ങനെ ഒച്ചയും ബോളെല്ലാം കേട്ടിട്ടാണ് ഞാനും പോയി നോക്കി. എന്നാ സംഭവം എന്നല്ലേ കാണേണ്ടത്. രണ്ടും നല്ല ജനിച്ച വടി നിൽക്കുന്നു. അപ്പൊ വെളുക്കോളം പരിപാടിയല്ലേ? ഇതില്ല അത് പിന്നെ അയാളെവിടെയോ പുറത്തു പോയി. ആരും ഇല്ലാത്ത സമയത്ത് നല്ലതല്ലേ. അപ്പൊ ഇയാളെ പിന്നെ ഇങ്ങനെ സന്ധ്യക്ക് വന്ന് ഒളിച്ചിരുന്നു. സന്ധ്യക്ക്? അതാരാ പറഞ്ഞേ സന്ധ്യക്ക് വിളിച്ചു? കയ്യോടെ പിടിച്ചപ്പോ പറഞ്ഞതല്ലോ. എന്നാ ഈ വെറുതെ ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് മൊത്തം നാണക്കേടാവൂലേ നേരം? നാട്ടുകാരിൽ ആദ്യം കണ്ടിട്ട് ഇതുണ്ടാവുക നാട്ടുകാർ അറിയാണ്ടിരിക്കുമോ ഇയാള് ഒച്ചയും ബോളാക്കി? അവിടെ പിന്നെ അടുത്തടുത്തെല്ലാം വീടല്ലേ. അനുവിന്റെ വീട് കുറച്ച് കഴിഞ്ഞാ പിന്നെ മൊത്തം വീടുള്ള ഏരിയല്ലേ? വീടില്ലേ? എന്നിട്ട് അനു രണ്ടു ജനിച്ചോടി നിൽക്കുന്ന ഒന്നും ഇല്ല. ഒന്നുമില്ല. അയ്യോ. എന്നിട്ടോ? കുഴപ്പമായി പോയത്. പിന്നെ അവനെ ചോദ്യം ചെയ്യുന്നത് ആദ്യം ഒക്കെ കൊടുക്കേണ്ടത്. ആദ്യം അയാളെ ഭാര്യയൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത് ഇങ്ങനെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. കുറച്ചായി വിളി. അപ്പൊ ഇയാളില്ലാത്ത സമയം നോക്കിയിട്ട് അപ്പോ ഇങ്ങനെ വിളിക്കും പോലും. അപ്പൊ ഇയാൾക്ക് ആദ്യം സംശയമൊന്നുമില്ല. എങ്ങനെ സംശയിക്കണ്ടേ? കയ്യോടെ പിടിച്ചാലല്ലേ പൊളിഞ്ഞത്, അല്ലെങ്കിൽ പൊളിയില്ലല്ലോ. പിടിക്കണ്ടേന്നല്ലേ പരിപാടി എന്നറിയാ. എന്തായിരിക്കും പരിപാടി എന്നറിയാം. പരിപാടി ഉഷാറായിരിക്കും. ഞാൻ പറയാം അങ്ങനെ പിടിക്കണ്ടില്ല. അപ്പൊ അനുവിന്റെ വീട്ടിൽ ഞാൻ വരുമ്പോ ഇങ്ങനെ ഞാൻ ആയിനെ ചെയ്യാ. ഇത് അനക്ക് ആരാ ഉള്ളത്? എനിക്ക് ഹസ്ബൻഡൊന്നും ഇല്ലല്ലോ. എന്നാലും നാട്ടുകാരായിട്ട് ഇങ്ങനെ വന്നിട്ട് പിടിച്ചാലോ? കളിക്കുമ്പോ എന്നാ പറയാ? ഇങ്ങനെയല്ലേ ആൾക്കാർ വെറുതെ വേണ്ടാണ്ട് ചൊറിയാക്കൂലേ? പേടിക്കണ്ട. എന്നിട്ട് അവരെന്നാ പറയുന്നത്? അവരൊന്നും പറയുന്നില്ല. അവര് എന്നാ പറയണ്ടേ? അയാളെ കൊള്ളാണെന്നോണ്ടായിരിക്കൂലേ ഒരാൾ വിളിച്ചിട്ടുണ്ടാവുക. നല്ല ഉഷാറായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളാണിക്കുമ്പോ ഓളിപ്പം പുറത്തുള്ള ആരെയും ഒപ്പരം വിളിച്ച് കളിക്കൂലല്ലോ.
തടിയും നല്ല ഉഷാറുള്ള ശരീരമല്ലായിട്ട്. അങ്ങനെയുള്ള ആളാ? എന്നാ പിന്നെ അയാളെ കൊണ്ടൊന്നും നടക്കൂല. ഭർത്താവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിട്ട്. അയാള് വലിയിട്ടാ? ആ ഓ, അയാള് ഓള് തടിച്ചിട്ടോ പറഞ്ഞ? ഓള് തടിച്ചിട്ടാണ്, ഈ വന്നവനും തടിച്ചിട്ടാണ്. ഭർത്താവ് കഴിഞ്ഞിട്ടു? ഭർത്താവ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇയാളെ കൊണ്ടൊന്നും നടക്കുന്നുണ്ടാവില്ല. അയാളെ കൊണ്ട് ഇനി എന്തൊന്നും നടക്കണ്ടേ? ഒന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത് ഓക്ക് കാര്യങ്ങൾ നടക്കണ്ടേ? അതുകൊണ്ടായിരിക്കും. ഇപ്പൊ നാട്ടുകാർക്കൊന്നും അതിന്റെ അകത്ത് കാര്യമുള്ളു. ഇയാളെ ഒറ്റ വീട്ടിൽ കള്ളനെ വന്നോന്ന് ചോദിച്ചിട്ട് വന്നതായിരിക്കില്ലേ നാട്ടുകാർക്ക്? ഈ പോട്ടറിനെ ഒച്ചയാക്കാൻ കള്ളൻ കള്ളന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വീട്ടിയപ്പോ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട് കള്ളൻ ഇപ്പൊ നിങ്ങൾ ഒറ്റക്കില്ലേ കള്ളൻ. അപ്പൊ ചോദിച്ചു കള്ളൻ കയറിയോന്ന് ചോദിച്ചിട്ട് ഓടി വന്നായിരിക്കില്ലേ കാണുന്നത്. ഇത് അപ്പൊ ഡോറെങ്ങനെ അയാൾ എങ്ങനെ ഡോറ് തുറന്ന് അവര് തുറന്നു കൊടുക്കുക ചെയ്തേ? അത് തുറന്നു കൊടുക്കുന്നില്ല. അപ്പൊ ഇയാള് ഇങ്ങനെ അധികം പോകും. അപ്പൊ ഇങ്ങനെ ഡോറിങ്ങനെ ചാരിയിട്ടേ ഉണ്ടാവും. അതായിരിക്കില്ലേ വേഗം തുറക്കാൻ പറ്റിയത്. അതെങ്ങനെയാ ഇപ്പൊ രാത്രി പൊളിച്ചക്കലും ചാരിയൊക്കെ അതെന്തെങ്കിലും ഉണ്ടാവും. തുറന്ന് അറിയാണ്ട് വന്ന് ഓള് തുറന്നു പോയിട്ട് തുറന്നു നോക്കൊന്നും ചെയ്തിട്ടുണ്ട്. ആരാ അറിയാതുകൊണ്ട് അങ്ങനെ എങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് ആരെങ്കിലും രാത്രി കിടന്നുറങ്ങും എന്നായിരിക്കൂല. ഓരോരുത്തർ മണ്ടത്തരം പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇയാള് രാവിലെ എത്തുന്നുണ്ടെന്ന് ഓള് ചിന്തിക്കുന്ന വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ഇവര് കളിക്കുന്ന സമയത്ത് ഡോർ അടക്കം മറന്നിട്ടുണ്ടാവുന്നു. അതും പറയാൻ പറ്റില്ല. ആക്രാന്തം മൂത്തിട്ട് ഞാൻ ചിലപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടാവും. അയാൾ ചിലപ്പോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സമയം തെറ്റിച്ച് വന്നേയായിരിക്കും ഇയാളെ പിടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ആയിക്കൂടെ? എന്നിട്ട് അടുത്ത ഇപ്പോഴൊക്കെ അടുത്ത പ്രശ്നം കഴിഞ്ഞാ? എന്നിട്ട് അടുത്ത പ്രശ്നം കഴിഞ്ഞാ? എന്നിട്ട് ഓളാടത്തിനുണ്ടാ? ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്നെ നിർത്തിക്കാണ്ടെന്ന് ചെയ്യാ? ഇയാളെ കൊണ്ടൊന്നും നടക്കാവുണ്ടായിരിക്കൂലേ? ഇപ്പം വേണമെന്ന് ചോദിച്ചോട്ടെ. ഇപ്പം വീട്ടിൽ തന്നെ വേണമെന്നില്ലല്ലോ. പുറത്തു പോയാലും ആയിക്കൂടെ? ഓൾറെഡിയും പുറത്തു പോകില്ലേ? നേരം ആയിക്കൂടെ? ഞാനിപ്പോ പോകുന്നു. ഞാൻ അനുവിന്റെ അടുത്ത് നിന്റെ അടുത്ത് മാത്രമല്ലേ എടുത്തപ്പോ? അല്ല, നീ മറ്റേ ഗൾഫുകാരന്റെ അടുത്ത് പോക്കില്ലേ? അത് സഹായിക്കാൻ പോയല്ലേ? ഞാനിനി നിന്നെ കയ്യോടെ വിളിക്കും. ആടുന്നാണിനി നിന്നെ കയ്യോടെ വിളിക്കും നാട്ടുകാർ. എന്നെ കയ്യോടെ ഞാൻ രാത്രി ഒന്നും പോക്കില്ലല്ലോ. പകല് പോക്കില്ലേ? പണിക്ക് പോന്നല്ലേ? പണിക്ക് പോകുമ്പോ എങ്ങനെയാ കയ്യോടെ പിടിക്കുവോ? പണിക്ക് പോയാൽ എങ്ങനെയാ കയ്യോടെ പിടിക്കുവോ? പിടിക്കൂലല്ലോ. ഞാൻ എന്റെ പണിയെ ചെയ്യാൻ പോകണല്ലേ? ടൈൽസിന്റെ പണി. മറ്റേ പണിയല്ലേ ഒരുമിച്ചല്ലേ? അതെപ്പോന്നില്ല, എപ്പെങ്കിലും അല്ലേ. അങ്ങനിപ്പോ അനു അങ്ങനെ നാട്ടിൽ പോയിട്ടാകുമ്പോ ഒരുപാട് കളിക്കുന്നില്ലേ? എന്നെ പിടിച്ചിട്ട് ആര് കാണാനാ? പിടിച്ചാൽ ആളെല്ലാം കാണാനുണ്ടാവും കേട്ടോ. നിന്നെ പിടിക്കും. നിന്നെ അടക്കല്ലേ പിടിക്കോ? എന്നെ പിടിക്കൊന്നുമില്ല.